ഇതാണ് നമ്മുടെ പ്രോഗ്രസ് കാർഡ്. ഈ പ്രോഗ്രസ് കാർഡിന്റെ ഇടതു നിന്ന് നോക്കിയാൽ ഇടത്തെ അറ്റത്ത് സീരിയൽ നമ്പർ കാണാം. അതിനുശേഷം കാണുന്ന 2 കോളങ്ങൾ നിങ്ങളുടെ NCD കോഡ് നമ്പർ, അതിനുശേഷം നിങ്ങളുടെ പേര് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങളുടെ പക്കലുള്ള രേഖയിൽ നിങ്ങളുടെ പേരുണ്ട്, എങ്കിലും പബ്ലിഷ് ചെയ്യുന്ന പ്രോഗ്രസ് കാർഡിൽ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് പേര് പച്ച നിറത്തിലാക്കി ഒഴിവാക്കിയിരിക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ ജെൻഡർ, വയസ്സ്, വാർഡ് എന്നിവ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രോഗ്രസ് കാർഡിന്റെ വലതുഭാഗത്തായിട്ട് ജനുവരി, ഫെബ്രുവരി എന്നീ മാസങ്ങളിലെ നിങ്ങളുടെ BP രേഖപ്പെടുത്തിയിരിക്കുന്നു. BP അതിന്റെ രോഗ തീവ്രത അനുസരിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. BP നോർമൽ ആണെങ്കിൽ, അതായത് 140 താഴെയാണെങ്കിൽ വെള്ള നിറത്തിലും, അബ്നോർമൽ ആണെങ്കിൽ 140 മുതൽ 160 വരെ മഞ്ഞ നിറത്തിലും, 160 മുതൽ 200 വരെ ചുമല നിറത്തിലും, 200 മുകളിൽ അതായത് അതിതീവ്രമായ നിലയിലാണെങ്കിൽ കറുപ്പ് നിറത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അഥവാ ഒരു മാസം നിങ്ങൾ ചെക്കപ്പിന് എത്തിയിട്ടില്ലെങ്കിൽ അത് നീല നിറത്തിലും അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഈ സോഫ്റ്റ്വെയറിലൂടെ വാർഡ് തലത്തിൽ നമുക്ക് രോഗികളെ തരംതിരിക്കാൻ സാധിക്കും. ഇപ്പോൾ 1-ാം വാർഡിലെ രോഗനിയന്ത്രണമായിട്ടുള്ളവരെയും രോഗം നിയന്ത്രണമല്ലാത്തവരെയും, അതോടൊപ്പം തന്നെ 1-ാം വാർഡിൽ നിന്നും ഒരു മാസം ചികിത്സയ്ക്ക് എത്താത്തവരെയും വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അവരെ നമ്മുടെ ഫീൽഡ് സ്റ്റാഫിന്റെയും ആശാവർക്കർമാരുടെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും സഹായത്തോടുകൂടി കണ്ടെത്തി തുടർ ചികിത്സ ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു. ഇതുപോലെ മറ്റു വാർഡുകളിലെ രോഗികളെയും കണ്ടെത്തി അവരുടെ തുടർ ചികിത്സ ഉറപ്പുവരുത്തുന്നു. ഒരു മാസം നമ്മുടെ ആശുപത്രിയിൽ എത്തുന്ന എല്ലാ ജീവിതശൈലി രോഗികളെയും ഇതുപോലെ തരംതിരിച്ച് രോഗം കൺട്രോളായി നിൽക്കുന്നവരെയും രോഗം ഉയർന്നു നിൽക്കുന്നവരെയും ചികിത്സയ്ക്ക് മുടക്കം വരുത്തിയവരെയും എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ പ്രോഗ്രസ് കാർഡിലെ ഡയബറ്റീസ് എന്ന ടാബ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഷുഗറിന്റെ പ്രോഗ്രസ് കാർഡ് കാണാൻ സാധിക്കും. നിലവിലെ കണക്കനുസരിച്ച് ജീവിതശൈലി രോഗനിയന്ത്രണ നിരക്ക് ഇന്ത്യയിൽ 36%, എന്നാൽ അത് കേരളത്തിൽ 42%, ആലപ്പുഴയിൽ 38%. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗനിയന്ത്രണ നിരക്ക് കാനഡയാണ്, അവിടെ 62%. 6 മാസത്തെ മുൻപുള്ള കണക്കനുസരിച്ച് പുറക്കാട് ജീവിതശൈലി രോഗനിയന്ത്രണ നിരക്ക് 36%. അത് പ്രോഗ്രസ് കാർഡ് എന്ന ആരോഗ്യ വിപ്ലവത്തിലൂടെ ഈ കണക്കുകളെല്ലാം ബഹുദൂരം പിന്നിലാക്കി മുന്നേറുകയാണ് പുറക്കാട് എന്ന കൊച്ചു ഗ്രാമം. ഇപ്പോൾ നമ്മുടെ നിയന്ത്രണ നിരക്ക് 93.2%. ഇത് 100% എത്തിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇതിന്റെ ഏറ്റവും വലിയ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ളവരെ വളരെ മുൻപേ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. കൃത്യമായി മരുന്ന് കഴിക്കാത്തവർക്കും വളരെ കൂടുതലായി പ്രഷർ, ഷുഗർ എന്നിവ കൂടി നിൽക്കുന്നവർക്കും കോംപ്ലിക്കേഷനായ പെട്ടെന്നുള്ള